നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ കടയിൽ നിന്ന് 7 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കണ്ടെടുത്തത് ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ എസ് രതീഷിന്റെ ഉടമസ്ഥതയിലുള്ള കടയിൽ നിന്ന്. അണക്കര ടൗണിന് സമീപം റോഡരികിൽ വളർന്നു നിന്ന 2 മാസത്തോളം പ്രായമുള്ള കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. കട്ടപ്പന പൂവേഴ്സ് മൗണ്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ലഹരി സംഘം വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അജിത് സാബു ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. ഡിവൈഎഫ്ഐ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് നേരെ ഉണ്ടായ ആക്രമണമാണിതെന്ന ജില്ലാ നേതൃത്വം. അടിമാലിയിൽ ക്യാൻസർ രോഗിയെ കെട്ടിയിട്ട് പണം കവർന്ന സംഭവം ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘം അന്വേഷിക്കും. അന്വേഷണം പുരോഗമിക്കുന്നത് വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളത്തിന്റെ അടിസ്ഥാനത്തിൽ. മറ്റ് ശാസ്ത്രീയ തെളിവുകളും പരിഗണിച്ചുള്ള ശക്തമായ അന്വേഷണം നടക്കുന്നതായി പോലീസ്. കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാന ആക്രമണം പതിവ്. കഴിഞ്ഞ ദിവസം കുടിയിലെത്തിയ കാട്ടാനകൾ ഒരു വീട് തകർക്കുകയും നിരവധി പേരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ജനവാസ മേഖലയിൽ കൃഷിനാശം വരുത്തി കാട്ടാനകൾ. വിശദമായ വാർത്തകളിലേക്ക്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ കടയിൽ നിന്ന് 7 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ എസ് രതീഷിന്റെ ഉടമസ്ഥതയിലുള്ള കടയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി എസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമാണ് പരിശോധന നടത്തിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി എസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ഇരട്ടയാർ പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തിക്കുന്ന രതീഷിന്റെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. രതീഷ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പറും INTUC നേതാവുമാണ്. കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് രതീഷിനെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ഇടുക്കി എസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീം നെടുങ്കണ്ടം CI ജെർലിൻ വീസ്കറിയ, SIമാരായ എബി ജോർജ്, മഹേഷ് കുമാർ, അഭിജിത്ത് MS, ഡെജി, SCPOമാരായ ബിജു KM, അനൂപ് KA, CPOമാരായ ഡെന്നി തോമസ്, റാൾ സെബാസ്റ്റ്യൻ, ബിബിൻ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഇരട്ടയാറിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് രതീഷിനെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി. രതീഷ് ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവെച്ച് കത്ത് നൽകിയതായും നേതൃത്വം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഒരു മുൻപ് ഇതുപോലൊരു കേസോ ഇങ്ങനെ ബന്ധപ്പെട്ട് മറ്റ് യാതൊരു തരത്തിലുള്ള ഒരു ഇമോറലായിട്ടുള്ള ഉള്ള ഒരാളും. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്ക് പെട്ടെന്ന് വിശ്വാസയോഗ്യമാകുന്നില്ല. എങ്കിലും പാർട്ടി ഇപ്പം ഇത് കണ്ട സ്ഥിതിക്കും അദ്ദേഹത്തിന് കടയിൽ നിന്ന് ഈ സ്ഥാനം പിടിച്ച സ്ഥിതിക്കും അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് 6 വർഷത്തേന് സസ്പെൻഡ് ചെയ്തു. പാർട്ടി നേതൃത്വം അതിനുള്ള അനുമതി ഇപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട്. അതാണ് ആദ്യം പറയുന്നത്. ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ രതീഷ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ് ഇതിൻ്റെ വിശ്വാസം എന്ന് അദ്ദേഹം പറയുന്ന കാര്യത്തിനെക്കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം ഉണ്ടാകും. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കടയിൽ ഇപ്പോൾ CCTV ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കടയിൽ ഒരു ബായിയാവുക, വേറൊരു ബായി ഈ ബായിയെ അവൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ആ ബായിയാണ് ഈ സാധനം കൊണ്ടിരിക്കുന്നതെന്നാണ് രതീഷ് പറഞ്ഞത്. അവർ വന്നപ്പോൾ ഈ രതീഷ് ഈ കടയുടമസ്ഥ കൂടിയില്ല. അതിനുശേഷം ഈ രതീഷ് ഈ കടയിൽ വന്നതിന് ശേഷമാണ് പോലീസ് പെട്ടെന്ന് വരികയും ഇത് പിടിക്കുകയും ചെയ്തത്. അപ്പോൾ രതീഷ് ഇക്കാര്യത്തിൽ തീർത്ത് നിരപരാധിയാണ് എന്നാണ് ഇപ്പം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ള പോലീസ് കൃത്യമായി അന്വേഷിച്ച് അവർ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ രതീഷ് ഒരു കാര്യം കൂടെ തീരുന്നത് പാർട്ടിക്ക് ഒരു പോറലേക്കാതിരിക്കാൻ വേണ്ടി, പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർസാണ് രാജിവെച്ചുകൊണ്ടുള്ള കാര്യം ഇപ്പോൾ പാർട്ടി എഴുതിയിട്ടുണ്ട്. അതിനകത്ത് വിശ്വാസയോഗ്യമായി അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഈ രാജ്യത്തെ പഞ്ചായത്ത് സെക്രട്ടറി എഴുതി അതാണ് പാർട്ടി തീരുമാനം. അണക്കര ടൗണിന് സമീപം റോഡരികിൽ വളർന്നു നിന്ന 2 മാസത്തോളം പ്രായമുള്ള കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. അണക്കര 7-ാം മൈൽ യൂണിയൻ ബാങ്കിന് സമീപമുള്ള സ്ഥലത്താണ് ചെടികൾ നിന്നിരുന്നത്. വണ്ടൻമേട് പോലീസ് സംഭവത്തിൽ കേസെടുത്തു. അണക്കര 7-ാം മൈൽ യൂണിയൻ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും കുങ്കിരിപ്പെട്ടിക്ക് പോകുന്ന റോഡരികിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. സ്ഥലത്തെത്തിയ വണ്ടൻമേട് പോലീസ് സംഘം സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. 2 മാസത്തോളം പ്രായം തോന്നിക്കുന്ന 2 കഞ്ചാവ് തൈകളാണ് കണ്ടെത്തിയത്. കഞ്ചാവ് ചെടികൾ ലാബിൽ അയച്ച് പരിശോധന നടത്തും. വണ്ടൻമേട് ഇൻസ്പെക്ടർ ഷൈൻകുമാർ, SIമാരായ ബിനോയ് എബ്രഹാം, പ്രകാശ് G, ഉദ്യോഗസ്ഥരായ JNN, ഷിജിമോൻ TS എന്നിവരാണ് പരിശോധന നടത്തിയത്. ഈ മേഖല കേന്ദ്രീകരിച്ച് കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമാകുന്നത് സംബന്ധിച്ച പോലീസിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. അണക്കര മേഖലയിൽ സജീവമായിട്ടുള്ള ലഹരി മാഫിയയെ അമർച്ച ചെയ്യാൻ പോലീസും എക്സൈസ് അധികൃതരും ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്.
കട്ടപ്പന പൂവേഴ്സ് മൗണ്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ലഹരി സംഘം വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അജിത് സാബു ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ഡിവൈഎഫ്ഐ നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് നേരെയുണ്ടായ ആക്രമണമാണിതെന്ന് ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് വയറിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ പൂവേഴ്സ് മൗണ്ട് സ്വദേശി അജിത് സാബു ലഹരി സംഘത്തിന്റെ ആക്രമണത്തിനിരയായത്. വീടിന് മുൻവശത്തെത്തിയ അജിത്തിനെ ഇരുചക്ര വാഹനത്തിലെത്തിയ ആൾ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആക്രമിയോടൊപ്പം മറ്റു വാഹനങ്ങളുമായി നിരവധി പേരും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. അപകട സ്ഥലത്തു നിന്ന് ഇവർ കടന്നു കളഞ്ഞു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ അജിത്തിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ ഇദ്ദേഹം തുടരുകയാണ്. മേഖലയിൽ ഭീതി പരത്തുന്ന ലഹരി സംഘങ്ങൾ സജീവമാണ്. ഇവർക്കെതിരെ വിവിധ ക്യാമ്പയിനുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും ഡിവൈഎഫ്ഐ നടത്തിയിരുന്നു. അജിത്തിന് നേരെയുണ്ടായ ആക്രമണം ഡിവൈഎഫ്ഐ നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ വൈരാഗ്യം മൂലമാണെന്ന് ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പറഞ്ഞു. ലഹരിക്കെതിരായ ഡിവൈഎഫ്ഐ നടത്തുന്ന തുടർച്ചയായ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി മാഫിയ സംഘങ്ങൾ കേരളത്തിലെ പല പ്രദേശങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിക്കുന്നതിനും ഡിവൈഎഫ്ഐയുടെ ലഹരിക്കെതിരായ പോരാട്ടത്തിനെതിരായി ആക്രമണ പ്രവർത്തനങ്ങൾ നടക്കുന്ന നേതൃത്വം കൊടുക്കുകയാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ അവസാനത്തെ സംഭവം ഇന്നലെ രാത്രിയിൽ പൂവേഴ്സ് മൗണ്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരായ അതിശക്തമായ പോരാട്ടത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും. തുടർന്നും പൂവേഴ്സ് മൗണ്ടിലെ ലഹരി മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിന് ആവശ്യമായ ഇടപെടൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വം സംഘടിപ്പിക്കും. എക്സൈസും പോലീസും അടക്കമുള്ള വകുപ്പുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂവേഴ്സ് മൗണ്ട് കേന്ദ്രീകരിച്ചുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് അഭ്യർത്ഥിക്കുന്നത്. അവിടെ അമ്പലത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലഹരി മാഫിയ സംഘങ്ങൾ അവിടെ അത് തടസ്സപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു. അതിനെല്ലാം ചെറുക്കുന്നതിനും അതിനെതിരെല്ലാമുള്ള പ്രതിഷേധവും പ്രതിരോധവും തീർക്കുന്നതിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. സഖാവ് അജിത്ത് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിന് ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ ട്രഷറാണ് സഖാവ്. അപ്പോൾ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നതിനെ തുടർന്നാണ് സഖാവ് അജിത്തിനെ ഇന്നലെ കൊലപ്പെടുത്താനൊരു ശ്രമം നടത്തിയിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. 10-ാം തീയതി സിപിഎമ്മിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കും. അടിമാലിയിൽ ക്യാൻസർ രോഗിയെ കെട്ടിയിട്ട് പണം കവർന്ന സംഭവം ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം അന്വേഷിക്കും. വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മറ്റ് ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ചുള്ള ശക്തമായ അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ക്യാൻസർ രോഗിയായ അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശി കളരിക്കൽ ഉഷാ സന്തോഷിനെയാണ് കെട്ടിയിട്ട് വായിൽ തുണിതിരിക്കിയ ശേഷം പണം കവർന്നത്. നാട്ടുകാർ സഹായിച്ച് ചികിത്സയ്ക്ക് കരുതി വച്ചിരുന്ന 16,500 രൂപ തട്ടിയെടുക്കുകയായിരുന്നു. ക്യാൻസർ ബാധിതയായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു ഉഷ. കഴിഞ്ഞ ദിവസം കീമോതെറാപ്പി കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. വീട്ടിൽ മറ്റാരുമില്ലാതിരുന്ന സമയത്താണ് മോഷണം നടന്നത്. കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ഇവരുടെ വായിൽ തുണിതിരികെയാണ് പേഴ്സിലുണ്ടായിരുന്ന 16,500 രൂപ കവർന്നത്. അയൽവാസികൾ പിന്നീട് വീട്ടിലെത്തിയപ്പോഴാണ് കട്ടിലിൽ കെട്ടിയിട്ട നിലയിൽ ഉഷയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടിമാലി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വർഷങ്ങളായി ചികിത്സ തുടരുന്ന ഉഷ സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്നയാളാണ്. അടിമാലിയിലെ സുമനസ്സുകൾ ചേർന്നാണ് ഇവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം പിരിച്ചു നൽകിയത്. സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി അടിമാലി പോലീസ് അറിയിച്ചു. ഉഷയുടെ ഭർത്താവും മകളും വീട്ടിൽ നിന്ന് പോയതിനു ശേഷമായിരുന്നു മോഷണം. വീട്ടുകാരുടെ നീക്കങ്ങൾ അടുത്തറിയാവുന്ന ആളാകും മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ജനവാസ മേഖലയിൽ കൃഷിനാശം വരുത്തി കാട്ടാനകൾ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ സ്ഥിതി തുടരുന്നതോടെ ആനകളെ ഓടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ വ്യാപക നാശം വരുത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. വനംവകുപ്പും ജനജാഗ്രതാ സമിതിയും സംയുക്തമായാണ് ഇടപെടൽ നടത്തുന്നത്. കാന്തല്ലൂരിലെ ജനവാസ മേഖലയിലും കൃഷിത്തോട്ടങ്ങളിലും തമ്പടിച്ച് കൃഷിനാശം വരുത്തിവരുന്ന കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുകയാണ്. വനംവകുപ്പിന്റെയും ജനജാഗ്രതാ സമിതിയുടെയും സംയുക്ത ഇടപെടലിലൂടെ ആനകളെ വനമേഖലയിലേക്ക് കടത്തിവിടാനുള്ള ദൗത്യമാണ് നടക്കുന്നത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ആനകളെ തുരത്താനുള്ള ശ്രമം നടക്കുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ വ്യാപക നാശം വരുത്തുന്ന സാഹചര്യത്തിലാണ് നടപടി. പകൽ സമയങ്ങളിൽ കൃഷിത്തോട്ടങ്ങൾക്ക് സമീപം ഗ്രാൻഡീസ് മരങ്ങൾക്കിടയിൽ തമ്പടിക്കുന്ന കാട്ടാനകൾ രാത്രിയാകുന്നതോടെ കൃഷിസ്ഥലങ്ങളിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് കർഷകർക്ക് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ആനകളെ പൂർണ്ണമായി ജനവാസ മേഖലയിൽ നിന്നും തുരത്തി കർഷകരുടെ ആശങ്ക അകറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് സിവിൽ പോലീസ് ഓഫീസർ മരിച്ചു. മുട്ടം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന വഴുത്തല ഇരുട്ടുതോട് സ്വദേശി അറിഞ്ഞുപുഴയിൽ ടിങ്കു ജോണാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ മലങ്കര മ്രാമലയ്ക്ക് സമീപത്തായിരുന്നു അപകടമുണ്ടായത്. ടിങ്കു ജോൺ സഞ്ചരിച്ചിരുന്ന ബൈക്കും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് നാട്ടുകാർ ടിങ്കുവിനെ
തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2024 ഒക്ടോബറിലാണ് ഇദ്ദേഹം മുട്ടം സ്റ്റേഷനിൽ എത്തിയത്. അപകടത്തിൽ ടിങ്കു സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം പൂർണ്ണമായും തകർന്നു. ടിനിയാണ് ഭാര്യ. ആൽബിൻ, ഡെന്നി എന്നിവർ മക്കളാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം വാഹന അപകടം. കാറും KSRTC ബസും കൂട്ടിയിടിക്കുകയായിരുന്നു. രാവിലെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ അടിമാലി ഗ്യാസ് പടിക്ക് സമീപമാണ് അപകടം സംഭവിച്ചത്. അടിമാലി ഭാഗത്തു നിന്നും കോട്ടയം ചേർത്തലയ്ക്ക് പോകുകയായിരുന്ന ബസും മൂന്നാർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കൊടും വളവിൽ ഇരു വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിൽ 5 പേർ യാത്രക്കാരായി ഉണ്ടായിരുന്നതായാണ് വിവരം. അടിമാലി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കുമളി 66 മൈലിന് സമീപം കാർ പോസ്റ്റിലിടിച്ച് അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. കുമളിയിലേക്ക് വരികയായിരുന്ന കാർ 66 മൈലിന് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. പോസ്റ്റിൽ ഇടിച്ച വാഹനം നിന്നതിനാൽ വാഹനം കുഴിയിലേക്ക് പതിച്ചില്ല. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായി തകർന്നു. കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. മാംസ വ്യാപാര രംഗത്തുണ്ടാകുന്ന അനിയന്ത്രിത വിലക്കയറ്റം തടയിടാൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യം. നിലവിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 350 മുതൽ 400 രൂപ വരെയാണ് 1 കിലോ ഇറച്ചിയുടെ വില. ഇരട്ടിയാർ പഞ്ചായത്തിലെ മാംസ വ്യാപാര കേന്ദ്രത്തിൽ അടുത്തിടെ 1 കിലോ ഇറച്ചിക്ക് 400 രൂപയാക്കിയത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. വ്യാപാര മേഖലയിൽ അനിയന്ത്രിതമായി വില ഉയരുന്ന സാഹചര്യമാണ് നിലവിൽ. ഇടുക്കി ജില്ലയിൽ പല സ്ഥലങ്ങളിലും പല വിലയാണ് മാംസ വ്യാപാര മേഖലയിൽ ഉള്ളത്. 1 കിലോ പോത്തിറച്ചിക്ക് 350 മുതൽ 400 രൂപ വരെയാണ് വില. ഇത് സാധാരണക്കാരെ വലയ്ക്കുന്നു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ മാംസ വ്യാപാരശാലയിൽ 1 കിലോ ഇറച്ചിക്ക് 400 രൂപയാക്കി വർദ്ധിപ്പിച്ചത് വലിയ പ്രതിഷേധത്തിനാണ് ഇടവരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്ത് മാംസ വ്യാപാരശാല പിടിച്ചതിലും കുറവ് തുകയ്ക്കാണ് ഇത്തവണ ലേലം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2024-25 വർഷത്തിൽ മാർക്കറ്റ് പിടിച്ചിരുന്ന ആളുകൾ 26 ലക്ഷം രൂപയ്ക്കാണ് ലേലം ചെയ്തിരുന്നത്. പക്ഷേ ഈ 25-26 വർഷം അതേ മാർക്കറ്റ് ഏകദേശം 13 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഉള്ള തുകയ്ക്കാണ് മാർക്കറ്റ് പിടിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷം 26 ലക്ഷം രൂപയ്ക്ക് പിടിച്ച ആളുകൾക്ക് ഇത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ മാർക്കറ്റ് അതിൻ്റെ പകുതി വിലയ്ക്ക് ഈ വർഷം പിടിച്ചപ്പോൾ പൊടുന്നനെ ആരോടും ആലോചിക്കാതെ ഈ ഇറച്ചി വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഇവർ കാരണമായി പറയുന്നത് ഹൈക്കോടതിയിൽ നിന്നും ഇവർക്ക് അനുകൂലമായൊരു ഉത്തരവ് വാങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇവർക്കിതിന് ഏത് സമയത്തും വില വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള അനുമതി തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം അങ്ങനെയാണ് എങ്കിൽ ഇത് കേരളത്തിൽ എല്ലായിടത്തും ഒരേ വില വരാനുള്ള സാഹചര്യം ആ ഉത്തരവിലൂടെ ഉണ്ടാകണം. ഇതങ്ങനെയല്ല. നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ 320 രൂപ മുതൽ ഇപ്പോൾ 400 രൂപ വരെയുള്ള ഇറച്ചി വിലയാണ് പല ഭാഗത്തുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ഇറച്ചി വില വർദ്ധിപ്പിച്ചത് എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാർക്കോ ഇതിന് പഞ്ചായത്തിനോ പോലും അതുമല്ല. പഞ്ചായത്ത് ഈ കാര്യത്തിൽ കൈ കഴുകുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത്. ഈ മാർക്കറ്റ് ലേലം ചെയ്ത് പൈസ മേടിക്കുന്നത് പഞ്ചായത്താണ്. പക്ഷേ ഇവിടെ വില നിശ്ചയിക്കുന്നതും വില അറിയുന്നതും ഒന്നും പഞ്ചായത്ത് അറിയുന്നില്ല. അത് അവരുടെ ഭാഗമല്ല എന്നുള്ള ഒഴിവൊഴിവ് പറഞ്ഞ് പഞ്ചായത്ത് മാറി നിൽക്കുക. അപ്പോൾ ഇതിൽ ഇവിടുത്തെ ഇരട്ടയാറിലെ ജനങ്ങളിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. വിലവർധനയുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഉത്തരവടക്കം തങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പഞ്ചായത്തിന്റെ അടക്കം നേതൃത്വത്തിൽ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. നിലവിൽ മാംസം വാങ്ങാൻ എത്തുന്നവരും കട ഉടമകളും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യവുമുണ്ട്. അതിനാൽ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. RSS സംഘപരിവാർ സംഘടനകളുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ CPIയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിലിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. അയ്യപ്പൻകോവിൽ ലോക്കൽ സെക്രട്ടറി ഷാജി മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരും സംഘപരിവാർ സംഘടനകളും നാട്ടിൽ കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ ഇന്ത്യൻ പതാക കയ്യിലേന്തുകയും മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. തുടർന്ന് ഫലവൃക്ഷത്തൈകളും നട്ടു. അയ്യപ്പൻകോവിൽ ലോക്കൽ സെക്രട്ടറി ഷാജി മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിന്നോക്കാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റിനെ മാറ്റി നിർത്തിയാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം നടത്തിയത്. ഇതിലൂടെയെല്ലാം BJPയും RSS സംഘപരിവാർ ശക്തികളെല്ലാം തെളിയിക്കുന്നത് BJPയുടെ സവർണാധിപത്യം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ കേരളത്തിലെ രാജ്ഭവനിൽ ആദരണീയനായ നമ്മുടെ ഗവർണർ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി പിടിപ്പിച്ചുകൊണ്ട്
കേരളത്തിനെ ആകെ മുച്ചുറും മുടിക്കുന്ന തരത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും കാവ്യവൽക്കരിക്കുന്നതിനാവശ്യമായ നടപടികളുമായി മുൻപോട്ട് പോവുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ദേശീയപതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയതയുടെ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കാരണവശാലും BJP ഗവൺമെൻറ് എടുക്കുന്ന കാവ്യവൽക്കരണം കേരളത്തിലോ ഇന്ത്യയിലോ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നുള്ള പ്രതിഷേധം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇത്തരത്തിൽ വൃക്ഷത്തൈകളും ഫലവൃക്ഷങ്ങളും നട്ടുകൊണ്ട് ദേശവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയിൽ നിഷാമോൾ വിനോജ്, ഷൈമോൻ രാജൻ, മനു കെ ജോൺ, PJ ജിജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ കല്യാണത്തണ്ട് കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തും. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കക്കാട്ടുകടയിലാണ് പ്രതിഷേധ പരിപാടി നടക്കുക. പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് തങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തി നൽകണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഞായറാഴ്ച കക്കാട്ടുകടയിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. പാലം നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത്. 2.5 വർഷം മുൻപാണ് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കിയത്. തുടർന്ന് റോഷി അഗസ്റ്റിൻ MLA ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ പാലം നിർമ്മിക്കുന്നതിനായി അനുവദിച്ചിരുന്നു. എന്നാൽ വിവിധ കാരണങ്ങളാൽ പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കല്യാണത്തണ്ട് കുഴിയോടിപ്പടി പാലത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ 4 മണിക്ക് നമ്മുടെ കല്യാണത്തണ്ട് പ്രദേശത്തെ അപാലവൃദ്ധം ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധ ധർണയും പമ്പിച്ച പ്രകടനവും കക്കാട്ടുകടയിൽ നടത്തുകയാണ്. ഈ പരിപാടി നടത്തുന്നത് നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന കുഴിയോടിപ്പടി പാലം എത്രയും വേഗം പണി പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈ സമരത്തിൽ എല്ലാ ബഹുജനങ്ങളും പങ്കെടുക്കണമെന്നാണ് പറയാനുള്ളത്. പാലം ഇല്ലാതായതോടെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം ഒരുക്കിയിരുന്നു. ഇത് കഴിഞ്ഞ ദിവസമുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ഇതോടെ നിരവധി കുടുംബങ്ങൾ പുറം ലോകത്തെത്താൻ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. കൊന്നത്തടി പണിക്കൻകുടി ചെമ്പകപ്പാറ റോഡ് നിർമ്മാണം വൈകുന്നതിനാൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിൽ. കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത ഇവിടെ വന്യമൃഗ ആക്രമണവും ഭീഷണിയാണ്. റോഡ് നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗം തടസ്സം നിൽക്കുന്നതായും പ്രദേശവാസികൾ ആരോപിച്ചു. കൊന്നത്തടി പഞ്ചായത്തിൽപ്പെടുന്ന പണിക്കൻകുടി കുരിശിങ്കൽ തോപ്പിൽപ്പടി വഴി ചെമ്പകപ്പാറയിലെത്തുന്ന റോഡാണ്. കാൽനട യാത്ര പോലും ദുസ്സഹമായി കിടക്കുന്നത്. 50 വർഷത്തിലധികം പഴക്കമുള്ള റോഡിന് 5 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. എന്നാൽ പല ഘട്ടങ്ങളിലായി റോഡ് കോൺക്രീറ്റ് നടത്തിയെങ്കിലും കേവലം 360 മീറ്റർ മാത്രമാണിപ്പോൾ മൺപാതയായി അവശേഷിക്കുന്നത്. ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുള്ള ഇവിടെ കാൽനട യാത്ര പോലും ദുഷ്കരമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഞാൻ GHS പെരിഞ്ചാംകുട്ടിയിലാണ് പഠിക്കുന്നത്. ഇവിടെ വഴിപണിക്ക് വഴിയൊന്നും നല്ലതല്ല. ഇപ്പം മഴയത്തൊന്നും വണ്ടിയൊന്നും കയറത്തില്ല. ആശുപത്രി കാര്യങ്ങൾക്കൊന്നും വഴിയൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പാമ്പും പന്നിയൊക്കെ ഞങ്ങൾ ഓടിക്കാറുണ്ട്. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കൊപ്പം വന്യമൃഗ ആക്രമണം ഇവിടെ രൂക്ഷമാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ചെമ്പപ്പാറ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ വഴി കൂടെ പോകാനും നടക്കാനും ഒന്നും പറ്റത്തില്ല. വന്യമൃഗങ്ങളും കാട്ടുപന്നിയും കുരങ്ങന്മാരൊക്കെയാണ്. നടക്കാനൊന്നും പറ്റത്തില്ല. വണ്ടി വരാൻ സൗകര്യമില്ല. പിന്നെ മഴക്കാലത്ത് വണ്ടികളൊന്നും വരത്തില്ല. ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടിയൊന്നും വരത്തില്ല. റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലൂടെ കടന്നു പോകുന്നതാണ് ഈ റോഡ്. എന്നാൽ വനംവകുപ്പിനാണ് സംരക്ഷണ ചുമതല. ഇവിടെ റോഡ് നിർമ്മിക്കുന്നതിന് DFO മൗനാനുവാദം നൽകിയിരുന്നു. എന്നാൽ മേഖലയിലെ ഗ്രാമപഞ്ചായത്ത് അംഗം റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതായും പ്രദേശവാസികൾ ആരോപിച്ചു. നിലവിലെ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ മുകളിലേക്ക് പരാതി പറഞ്ഞിരിക്കുന്നു. ഈ റോഡ് പണിയുന്നതിനുള്ള അനുമതി നൽകിയാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പണി വരെ വീട്ടിലായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലമായി ഇപ്പോൾ ആ വഴിപണി നടത്തുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അനുവാദം തരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. DFOയിൽ നിന്നും രേഖാമൂലം അല്ലെങ്കിലും മൗനാനുവാദം ലഭിച്ചതിന് ശേഷമാണ് ഈ റോഡ് പണിയുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ഇവരെ മുൻപോട്ട് പോയിട്ടുള്ളത്. 40 വർഷം മുമ്പ് ഇവിടെ വാഹനത്തിലും നടന്നുമൊക്കെ ഈ വഴിയെ ഞാൻ ഈ 50 വർഷത്തോളമായി ഈ കരയിൽ താമസിക്കുന്നയാളാണ്. ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ്. അതിനുശേഷം വെട്ടിത്തെളിച്ച 5-6 വർഷത്തെ പഴക്കമുള്ള പല റോഡുകൾക്കും പഞ്ചായത്ത് ഫണ്ടൊക്കെ അനുവദിച്ചെങ്കിലും ഇത് ഏതെങ്കിലും എന്തിൻ്റെ പേരിലാണെന്ന് അറിഞ്ഞുകൂടാ. ഈ വഴിക്ക് ഇതുവരെ ഫണ്ട് അനുവദിച്ചില്ല. അവസാനമായി അനുവദിച്ച ഫണ്ട് ഇപ്രകാരം പണിയാൻ പറ്റാത്ത രീതിയിൽ തടസ്സവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതേ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ
ഉൾപ്പെടെ വനംവകുപ്പ് സെക്ഷൻ ഓഫീസിനു മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് വെള്ളത്തൂവൽ പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തി. വിഷയത്തിൽ അടുത്ത ദിവസം പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. മൂന്നാർ MG നഗറിൽ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കോൺക്രീറ്റ് ടാങ്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം. നിലവിൽ കാലപ്പഴക്കത്താൽ ഈ ടാങ്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ചോർച്ച രൂപം കൊണ്ടിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ടാങ്കിൽ നിറഞ്ഞൊഴുകുന്ന വെള്ളവും ചോർച്ച രൂപം കൊണ്ടെടുത്തുകൂടി ഒഴുകുന്ന വെള്ളവും പ്രദേശത്തെ കുടുംബങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുവെന്നാണ് പരാതി. കുടിവെള്ള വിതരണത്തിനായാണ് MG നഗറിൽ വർഷങ്ങൾക്ക് മുമ്പ് കോൺക്രീറ്റ് ടാങ്ക് സ്ഥാപിച്ചത്. ഈ ടാങ്കിന്റെ ബലക്ഷമതയാണ് നിലവിൽ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് ആശങ്കയായി തീർന്നിട്ടുള്ളത്. കാലപ്പഴക്കത്താൽ ടാങ്കിന്റെ വിവിധയിടങ്ങളിൽ ചോർച്ച രൂപം കൊണ്ടിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ ഭാഗത്തുകൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. കൂടാതെ ടാങ്ക് നിറഞ്ഞ് വെള്ളം പുറത്തേക്കൊഴുകുന്നതും കുടുംബങ്ങൾക്ക് പ്രതിസന്ധിയാണ്. വെള്ളം സമീപത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നതിനൊപ്പം തുടർച്ചയായി വെള്ളമൊഴുകിയാൽ മണ്ണിടിയുന്നതിനും കാരണമാകുമെന്ന ആശങ്ക കുടുംബങ്ങൾ പങ്കുവച്ചു. ഒരു പശു തൊട്ടുവോ ഒരു മനുഷ്യൻ ചവിട്ടുവോ ചെയ്താൽ അത് ഫുള്ളായിട്ട് അപ്പോൾ തന്നെ പൊട്ടിപ്പോകുന്ന ഒരു രീതിയിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ടാങ്കിന് വേണ്ട സേഫ്റ്റിയാണ്. ഇതിനൊരു 10-35-40 വർഷം പഴക്കമുള്ള ടാങ്കാണ്. എൻ്റെ അറിവ് ഞങ്ങളിവിടെ വന്നിട്ട് 12 വർഷം കഴിഞ്ഞു. ഇതുവരെ 15 വർഷം മിച്ചമായി. ഇതുവരെ ഇതിനൊരു അറ്റകുറ്റപ്പണി ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഈ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രശ്നം. ഈ പ്രദേശത്തിന് മൊത്തം വിനയായത് ഇതിൻ്റെ ഓവർഫ്ലോ വെള്ളവും ഇതിൻ്റെ ഈ സുരക്ഷിതമല്ലാത്ത ജലവിതരണവും ആ പ്രശ്നമായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം. അത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടും കാര്യമില്ല. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് MG നഗർ. ടാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് വലിയ ദുരന്തത്തിന് ഇടവരുത്തും. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കോൺക്രീറ്റ് ടാങ്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. വികസിത് കൃഷി സങ്കല്പ അഭിയാൻ രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായി ഇരട്ടയാറിൽ കർഷക സെമിനാർ സംഘടിപ്പിച്ചു. മെയ് 29 ആരംഭിച്ച സെമിനാർ ജൂൺ 12 സമാപിക്കും. കർഷകരിലേക്ക് പുത്തൻ സാങ്കേതിക വിദ്യകൾ എത്തിക്കുന്നതിനും കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞ് അതിനനുസൃതമായി ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ഗവേഷണ പദ്ധതികൾ വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ട് ശാസ്ത്രജ്ഞർ കർഷകരുമായി നേരിട്ട് സംവദിക്കുന്ന രാജ്യവ്യാപക ക്യാമ്പയിനാണ് വികസിത കൃഷി സങ്കല്പ അഭിയാൻ. മെയ് 29 തുടങ്ങി ജൂൺ 12 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനിൽ കാർഷിക ശാസ്ത്രജ്ഞരും വിദഗ്ധരും ഉദ്യോഗസ്ഥരും രാജ്യത്തുടനീളമുള്ള കർഷകരെ നേരിൽ കാണുകയും കൃഷി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യും. ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിന് കീഴിലുള്ള 113 ഗവേഷണ സ്ഥാപനങ്ങൾ, 731 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, കേന്ദ്ര സംസ്ഥാന കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ് വകുപ്പുകൾ, ശാസ്ത്രജ്ഞർ, വിദഗ്ധർ എന്നിവർ ക്യാമ്പയിനിൽ പങ്കാളികളാകുന്നുണ്ട്. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയവും ICAR-ഉം വിവിധ സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് വിളയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി അരിപ്പറമ്പിൽ, ജോസ് തച്ചാപറമ്പിൽ, കൃഷി ഓഫീസർ ഇൻചാർജ് ആഗ്നസ് ജോസ്, കൃഷി അസിസ്റ്റന്റ് ബിൻസി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ശാന്തൻപാറ KVK സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുധാകരൻ S ക്ലാസ് നയിച്ചു. അത് മെയിനായിട്ട് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ടെങ്കിലും മഞ്ഞപ്പിഞ്ച് പൊളിയാൻ ചാൻസ് ഉണ്ട്. ഈവൻ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചൂടുള്ള സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നനയ്ക്കുന്നുണ്ട്, പെട്ടെന്ന് ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലോട്ട് മാറുമ്പോഴും മഞ്ഞപ്പിഞ്ച് പൊളിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ കമ്പാറ്റബിലിറ്റി ഇഷ്യൂ, ഇപ്പോൾ ചൂടുള്ള സമയത്ത് കൊണ്ടുപോയി ശരത്തിലെ കുമ്മായം ഒളിച്ചു കഴിഞ്ഞാലും മഞ്ഞപ്പിഞ്ച് പൊളിയാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ കുമ്മായം ഒളിക്കുന്നതിനെക്കാട്ടിലും ലിക്വിഡായിട്ടുള്ള ലൈം, അതായത് ലിക്വിഡായിട്ടുള്ള കാൽസ്യം അവൈലബിൾ ആണ്. അതുകൊണ്ട് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് സസ്പെൻഷൻ ഫെർട്ടിലൈസർ എന്ന് പറയും, അങ്ങനത്തെ ഫെർട്ടിലൈസർ ഒളിച്ചു കഴിയുമ്പോൾ ശരത്തിന് ഫ്രഷ്നെസ് ശരിക്കും പിന്നെ പെട്ടെന്ന് ഈ പറയുന്ന മഞ്ഞപ്പിഞ്ച് പൊളിച്ചിൽ കുറയാൻ ചാൻസ് ഉണ്ട്. ശാസ്ത്രജ്ഞരെയും വകുപ്പ് ഉദ്യോഗസ്ഥരെയും കർഷകരെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന ചുവടുവെപ്പാണ് ഈ പദ്ധതി. രാസവളങ്ങളുടെ സന്തുലിതമായ ഉപയോഗം, പ്രാദേശിക സാഹചര്യങ്ങൾ മനസ്സിലാക്കൽ, ഗവേഷണ വിവരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തൽ, ഗുണനിലവാരമുള്ള വിത്തുകളുടെ ഉപയോഗം തുടങ്ങി ഉൽപാദനക്ഷമത കൂട്ടുന്നതിനാവശ്യമായ കാര്യങ്ങൾ കർഷകരുമായി പങ്കുവച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. കാഞ്ചിയാർ കോവിൽമലയിൽ സൗജന്യ ചെണ്ട ചിത്രരചന പരിശീലനം ആരംഭിച്ചു. സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി കോവിൽമല SN പബ്ലിക് ലൈബ്രറിയിൽ ആരംഭിച്ച സൗജന്യ കലാപരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് ചെണ്ട, ചിത്രരചന എന്നീ പരിശീലനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്.
കോവിൽമല SN ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലജ വിനോദ് അധ്യക്ഷയായിരുന്നു. കാഞ്ചിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്ക് പരമാവധി ഒരു ക്ലാസ് പോലും കളയാതെ നമ്മുടെ മറ്റ് അസൗകര്യങ്ങളിൽ മാത്രം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുത്ത് നമ്മുടെ ഒരു സാംസ്കാരിക കൂട്ടായ്മ, ഒരു കലാപരമായ ആളുകളുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ഈ പ്രദേശത്ത് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഒരു അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതിന് ഒരു കാര്യത്തിന് നമുക്കറിയാം, പല കാര്യങ്ങളിലും ഒന്ന് കളിക്കളങ്ങളിൽ ആളില്ലാതാകുക, ലൈബ്രറികളിൽ ആളില്ലാതാകുക, അതുപോലെ തന്നെ ഇതുപോലുള്ള സാംസ്കാരിക പരിപാടികളിൽ ആളില്ലാതാകുക, ഇവരെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാറിയിരുന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ കഥകടച്ച് മുറിയിലിരിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഈ തലമുറ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു കൂട്ടായ്മകളിൽ വരികയും ഇത്തരം പരിശീലന പരിപാടികൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളിപ്പം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറേ വൈകാരിക ബന്ധങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ കുറേ കലകൾ നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കും. കോവിൽമല സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോമോൻ വട്ടത്തറ അനുഗ്രഹ പ്രഭാഷണം നടത്തി. SNDP യോഗം പ്രസിഡന്റ് TG പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂര്യലാൽ പദ്ധതി വിശദീകരിച്ചു. CSI ഇടവക ഇവാഞ്ചലിസ്റ്റ് ഡൊമിനിക് ജേക്കബ്, SN ലൈബ്രറി സെക്രട്ടറി VG ബിജു, ലൈബ്രറി ഭാരവാഹികളായ രമേശ് ഗോപാലൻ, ഇന്ദു സാബു, വിഷ്ണു ചേന്നാട്ട്, OS ആനന്ദസാഗർ, വജ്രജൂബിലി ഫെലോഷിപ്പ് അധ്യാപകരായ അനന്തു സാബു, ബാബു മാത്യു, അനന്തു എബി എന്നിവർ സംസാരിച്ചു. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏവർക്കും സൗജന്യമായി കല പരിശീലിക്കാനുള്ള സാംസ്കാരിക വകുപ്പിന്റെ പദ്ധതിയാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കഥകളി, നാടകം, ചെണ്ട, ചിത്രരചന, ഫോട്ടോഗ്രാഫി എന്നിവയാണ് സൗജന്യമായി പരിശീലിപ്പിക്കുന്നത്. അടിമാലി ടൗണിനോട് ചേർന്ന് അപ്സരക്കുന്ന് ഭാഗത്ത് തലമാലി വെള്ളച്ചാട്ടത്തിന് കുറുകെ ഭഗവതിക്കുന്ന് മേഖലയിലേക്ക് പോകുന്ന പാലത്തിന് പുതിയ കൈവരികൾ സ്ഥാപിക്കണമെന്നാവശ്യം. പാലത്തിൽ നിലവിലുള്ള കൈവരികൾ ഉറപ്പില്ലാത്തതും മതിയായ സുരക്ഷ നൽകുന്നതുമല്ല. കൊച്ചുകുട്ടികളടക്കം സഞ്ചരിക്കുന്ന പാലത്തിൽ അപകടം ഒഴിവാകും വിധം പുതിയ കൈവരികൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. നിലവിൽ ഈ പാലത്തിൽ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് കൈവരി സ്ഥാപിച്ചിട്ടുണ്ട്. കാലപ്പഴക്കത്താൽ ചില ഭാഗം തകർന്നു കഴിഞ്ഞു. ഇവിടെ പ്രദേശവാസികൾ മരക്കൊമ്പുകൾ കെട്ടി താൽക്കാലിക സുരക്ഷയൊരുക്കി. ഇപ്പോഴുള്ള കൈവരികൾ മതിയായ സുരക്ഷ നൽകുന്നതല്ലെന്നും അടിയന്തരമായി ഇവിടെ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് കൈവരികൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ഞാനാണ് കമ്പൂണും ഞാൻ എൻ്റെ കെട്ടിയവനും കൂടിയാണ് കമ്പ് കെട്ടിയത്. അത് ആരെ കൊച്ചാക്കാനും ഒന്നുമില്ല. 3 സ്ഥലത്ത് നിങ്ങൾ കണ്ടൂല, കാണുമ്പോൾ അറിയാലോ. ഞാനും എൻ്റെ കെട്ടിയവനും കൂടി കെട്ടിയതാണ്. വേറെ ആരും കുറ്റപ്പെടുത്തി ആരോടും പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ പിള്ളേരെ പേടിച്ചിട്ട് പിള്ളേർ തന്നെ ഈ വഴി സന്ധ്യയായി കഴിഞ്ഞാൽ റോട്ടിൽ വെള്ളം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പെയ്ത്ത് വെള്ളം കണ്ടമാനം പെയ്ത്ത് വെള്ളമാണ്. നമ്മളെന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യം. ഇപ്പം ഞാൻ കെട്ടിയത് ഉറപ്പൊന്നുമല്ല. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി കമ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യം. വിദ്യാലയത്തിലേക്ക് കുട്ടികളടക്കം സഞ്ചരിക്കുന്നത് ഈ പാലത്തിലൂടെയാണെന്നും നാട്ടുകാർ പറഞ്ഞു. നമ്മുടെ ഈ പാലത്തിൻ്റെ കമ്പികൾ പോയിട്ട് വർഷങ്ങളായി. ഇതിൽ ഒരുപാട് കുഞ്ഞു പിള്ളേരും വലിയവരും പ്രായമായവരൊക്കെ പോകുന്ന ഒരു വഴിയാണ്. ഇപ്പം മഴയായി ഒത്തിരി, ഇനിയിപ്പോൾ കാലവർഷങ്ങളാണ്. ഒരു പിള്ളേരും ഇപ്പോൾ ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ കൈവരി, ഈ പാലത്തിൻ്റെ കൈവരി ഒന്ന് ശരിയാക്കി എല്ലാം ഒന്ന് ശരിയാക്കി തന്നെ ഒന്ന് നമ്മൾ പറയുകയാണ്. മഴക്കാലത്ത് പാലത്തിന് കീഴിലൂടെ അതിശക്തമായ വെള്ളമൊഴുക്ക് അനുഭവപ്പെടും. പാലം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പാറക്കെട്ട് നിറഞ്ഞ ഇടം കൂടിയാണ്. പ്രദേശത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് മതിയായ സുരക്ഷയൊരുക്കും വിധം പാലത്തിൽ പുതിയ കൈവരികൾ സ്ഥാപിക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ജോബി ജോണി അനുസ്മരണവുമായി ബന്ധപ്പെട്ട യൂത്ത് ബ്രിഗേഡ് സംഗമവും ആദരിക്കൽ യോഗവും സംഘടിപ്പിക്കുന്നു. പരിപാടിക്ക് മുന്നോടിയായി ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. ഞായറാഴ്ച 2 മണിക്ക് CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ജോബി ജോണി അനുസ്മരണം നടക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് യൂത്ത് ബ്രിഗേഡ് സംഗമവും നടക്കും. കൂടാതെ വിദ്യാഭ്യാസ രംഗത്തും മറ്റു മേഖലകളിലുമായി മികവ് തെളിയിച്ച ആളുകളെ അനുമോദിക്കും. അനുസ്മരണ യോഗത്തിന് മുന്നോടിയായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാനം നടത്തി. കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും ആർക്കെങ്കിലും രക്തം ആവശ്യമായി വന്നാലും മറ്റ് പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ആദ്യം ആളുകളുടെ മനസ്സിൽ ഓടിയെത്തുന്ന പേരായിരുന്നു സഖാവ് ജോബി ജോണി. സഖാവ് 2016 ജൂൺ മാസം 8-ാം തീയതി പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി, പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മെ വിട്ട് പിരിഞ്ഞു പോകുന്നത്. നാളെ പ്രിയ സഖാവിൻ്റെ 9ാമത് അനുസ്മരണം സംഘടിപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ ഡിവൈഎഫ്ഐ സഖാക്കൾ രക്തം നൽകുന്ന പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അനുസ്മരണ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഇനി നേർക്കാഴ്ചയിലേക്ക്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാന ആക്രമണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം കുടിയിലെത്തിയ കാട്ടാനകൾ ഒരു വീട് തകർക്കുകയും നിരവധി പേരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു. കാട്ടാന ശല്യം മൂലം ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഒരു മാസം മുമ്പ് ഒരാന മാത്രമാണ് ഇവിടെ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ 6ഓളം ആനകളാണ് പ്രദേശത്ത് നാശം വിതയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ കാട്ടാനക്കൂട്ടം റെജി ചിരട്ടവയലിൽ, കുഴിയാനിപ്പള്ളി രുക്മിണി, ജെയിംസ് പ്ലാപ്പറമ്പിൽ, റിൻഡ വെട്ടിക്കൽ തുടങ്ങിയവരുടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചതായി നാട്ടുകാർ പറയുന്നു. കോളനിവാസികൾ മൊത്തം പരിഭ്രാന്തരായിട്ട് ഇരിക്കുന്നൊരവസ്ഥയാണ്. അതിനകത്തോട്ട് വന്നാലുള്ള അവസ്ഥ ഭയങ്കര ദയനീയമാണ്. അപ്പോൾ അതിനുള്ള അധികൃതർ അതിനുള്ള വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രഞ്ച് കോരാനുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്യാനും കേന്ദ്രമായി ഇടണമെന്നാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്. കൂടാതെ പ്ലാപ്പറമ്പിൽ ജെയിംസിന്റെ വീടും കാട്ടാനകൾ തകർത്തു. അഞ്ചുരുളി ആദിവാസി കുടിയിൽ 5 വർഷം മുമ്പ് വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വനംവകുപ്പ് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അന്ന് ഈ മേഖലയിൽ കാട്ടാനശല്യം കുറവാണെന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയില്ല. കാട്ടാനശല്യം മൂലം ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ. മഴ ശക്തമാകുന്നതോടെ അഞ്ചുരുളി ആദിവാസി കുടി ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. കൂടുതൽ ആനകൾ ഈ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള ആളുകൾ വളരെ പേടിച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് മുന്നോട്ട് എന്ത് ചെയ്യും എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത്. അവർക്ക് പേടിച്ചിട്ട് സ്വന്തം വീടുകളിൽ കഴിയാൻ പറ്റുന്നില്ല. അവരുടെ കൃഷികൾ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാവണം. ഞങ്ങളിവിടെ ഒരു കൂട്ടമൊക്കെ കൂടി പലതവണ ഫോറസ്റ്റ് അധികാരികൾക്കും ജില്ലാ കളക്ടർക്കടക്കം ഇവിടെ ഫെൻസിങ് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതാണ്. ഒരു 4 വർഷം മുമ്പ് 10 ലക്ഷം രൂപ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് അനുവദിച്ച പൈസ പോലും ഇവിടെ ചെലവഴിക്കാനായിട്ട് അന്നത്തെ ഫോറസ്റ്റ് അധികാരികൾ തയ്യാറായില്ല. അപ്പം വളരെ അടിയന്തരമായിട്ട് ഈ വനത്തിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ട്രെഞ്ച് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഫെൻസിങ് സൗരോർജ്ജ വേലി സ്ഥാപിക്കുകയോ ചെയ്തില്ല എങ്കിൽ ആളുകൾ മരണപ്പെടുന്ന അടക്കമുള്ള സംഭവങ്ങളിലേക്ക് നീങ്ങും എന്ന കാര്യം അധികൃതരുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിനായി RRT സംഘത്തെ ഉൾപ്പെടെ ഇവിടെ നിയമിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാടമ പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 111. വിൽപ്പനയ്ക്ക് വന്നത് 20,134. വിൽപ്പന നടന്നത് 19,222. ഇന്ത്യ വില 2,923. ശരാശരി വില 2,469. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,980 രൂപ, വെള്ളി 118. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ കടയിൽ നിന്ന് 7 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കണ്ടെടുത്തത് ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ S. രതീഷിന്റെ ഉടമസ്ഥതയിലുള്ള കടയിൽ നിന്ന്. അണക്കര ടൗണിന് സമീപം റോഡരികിൽ വളർന്നു നിന്ന 2 മാസത്തോളം പ്രായമുള്ള കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. കട്ടപ്പന പൂവേഴ്സ് മൗണ്ടിൽ DYFI പ്രവർത്തകനെ ലഹരി സംഘം വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അജിത് സാബു ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. DYFI നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് നേരെ ഉണ്ടായ ആക്രമണമാണിതെന്ന ജില്ലാ നേതൃത്വം.
അടിമാലിയിൽ ക്യാൻസർ രോഗിയെ കെട്ടിയിട്ട് പണം കവർന്ന സംഭവം ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘം അന്വേഷിക്കും. അന്വേഷണം പുരോഗമിക്കുന്നത് വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളത്തിന്റെ അടിസ്ഥാനത്തിൽ. മറ്റ് ശാസ്ത്രീയ തെളിവുകളും പരിഗണിച്ചുള്ള ശക്തമായ അന്വേഷണം നടക്കുന്നതായി പോലീസ്. കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാന ആക്രമണം പതിവ്. കഴിഞ്ഞ ദിവസം കുടിയിലെത്തിയ കാട്ടാനകൾ ഒരു വീട് തകർക്കുകയും നിരവധി പേരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ജനവാസ മേഖലയിൽ കൃഷിനാശം വരുത്തി കാട്ടാനകൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.